ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു സ്ട്രീറ്റ് ഫുഡായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഫേവറേറ്റാണ്. അതേപോലെ തന്നെ ഇക്കാൻ്റെയും ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് പാനിപൂരിൻ്റെ റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ 5 പൊട്ടാറ്റോ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഞാനിവിടെ ഒന്ന് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിൻ്റെ ഇത് അധികം കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ചെറിയ പീസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് കട്ടാക്കി വെച്ചിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുന്ന കടല അല്ലെങ്കിൽ ചെറുപയർ ഒക്കെ വേവിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കാറില്ല. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചാറ്റ് മസാലയാണ് കേട്ടോ. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. പാനിപൂരിക്ക് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കൊടുക്കുന്നത് ഈ ചാറ്റ് മസാലയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഞാൻ ഉപ്പ് നോക്കിയിട്ട് വേണമെന്ന് തോന്നിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇനി നമുക്ക് 2 പാനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പച്ച കളറായിട്ടുള്ള പാനി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിന ഇലയും മല്ലി ഇലയും ഒരു പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും ഒരു ചെറുനാരങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഉപ്പും പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ളതാണ്. 2 പാനി ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ, അതിൽ രണ്ടാമത്തെ പാനിക്ക് വേണ്ടിയിട്ട് പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണ് കേട്ടോ. ഇതിന്ന് 3 ടേബിൾ സ്പൂണോളം പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണാണ് കേട്ടോ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഞാനിതിൽ യൂസ് ചെയ്തത് ഫുള്ളും കാശ്മീരി മുളക് പൊടിയാണ്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ കളറായിട്ടുള്ള പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 അച്ച് വെല്ലം പാവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാനി എന്ന് പറയുമ്പോൾ മധുരവും എരിവും പുളിപ്പും ഒക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെല്ലം അലിഞ്ഞ് വന്നപ്പോൾ അത് ഒന്ന് അരിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്കും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാ ഈ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബൂരി ഉണ്ടാക്കാനായിട്ട് ബൂരി ഞാൻ റെഡിമെയ്ഡായിട്ട് പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനായിട്ട് ആമസോണിലും അല്ലെങ്കിൽ കടകളിലൊക്കെ ഇത് കിട്ടും. ഞാനിത് ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇവിടെ 250 ഗ്രാമിന് 22 രൂപയാണ് കേട്ടോ ആയത്. ഇനിയിപ്പോൾ പണിയൊന്നുമില്ല. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്.
ഈ ഭൂരി വീട്ടിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തുനിന്ന് മേടിക്കണത് തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ വീട്ടിലുണ്ടാക്കിയ പൊന്തി വരാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ റെഡിമെയ്ഡ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാ ഭൂരിയും ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇനി ഇതെങ്ങനെ കഴിക്കേണ്ടതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഓരോന്ന് അപ്പം ആക്കി കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കുക, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇതാ അപ്പം ഞാൻ ഒരു ഭൂരിൻ്റെ സെൻറ്ററിൽ ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മസാലയാണ് കേട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഗ്രീൻ കളർ പാനി കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ സ്വീറ്റായിട്ടുള്ള പാനിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് 2 പാനിയും ഒപ്പം ചേർത്തിട്ട് അങ്ങനെയും കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാനി ഏതാണെന്ന് വെച്ചാൽ അതങ്ങനെ ഓരോന്ന് ചേർത്തിട്ടും കഴിക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതാട്ടെ ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ 2-3 പ്രാവശ്യം പുറത്ത് പോയി കഴിച്ചപ്പോഴേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് വീട്ടിലുണ്ടാക്കിയപ്പോഴാണ്. ഇതുവരെ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.